നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 287 287. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 25-ാം അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം. മൈത്രേയാഹുവാച വിദിത്വാർത്ഥം കപിലോ മാധുരിദ്ധം ജാതസ്നേഹോ യത്ര തന്വാഭിജാത ത്വം നായം യൽ പ്രവദന്തി സാഖ്യം പ്രോവാച വൈ ഭക്തിവിധാനയോഗം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, കപിലൻ അമ്മയുടെ ഇപ്രകാരമുള്ള പ്രയോജനത്തെ അറിഞ്ഞിട്ട്, എന്താണ് അവരുടെ ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട്, യാതൊരു സ്ഥാനത്തിൽ ദേഹത്തോടു കൂടെ ജാതനായോ ആ സ്ഥാനത്തിൽ ജാതമായ സ്നേഹത്തോടു കൂടിയവനായിട്ട് യാതൊന്നിനെ സാഖ്യമെന്ന് പറയുന്നുവോ ആ തത്വശാസ്ത്രത്തെയും ഭക്തിയെയും അതിനെ ബലപ്പെടുത്തുന്ന യോഗത്തെയും പറഞ്ഞു കൊടുത്തു. അത് സുപ്രസിദ്ധമാണ് എന്ന് പറയണം. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുകയാണ്. മൈത്രേയൻ പറഞ്ഞു, മാതാവായ ദേവഹൂതിക്ക് ഭക്തിയോഗവും സാഖ്യാശാസ്ത്രവും അതിൻ്റെ സ്വരൂപഭൂതമായ തത്വവിചാരക്രമവും കേൾക്കണമെന്ന ആഗ്രഹം എന്ന് കപില ഭഗവാൻ അറിഞ്ഞു. ആ ഇൻറ്റൻഷൻ ഈസ് സൂപ്പർബ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ശരീരത്തോടുകൂടെ അവതരിച്ച സ്ഥാനമായ ആ മാതാവിൽ സ്നേഹം അധികരിച്ചുണ്ടായി. കാരണം അമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തൻ്റെ അവതാര ഉദ്ദേശത്തിന് ആനുകൂലികമായ ഒരവസ്ഥ അമ്മ എടുത്തതിലുള്ള അതിര് കവിഞ്ഞ സന്തോഷം അദ്ദേഹത്തിനുണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, തത്വങ്ങളുടെ നിരൂപണം ചെയ്യേണ്ടുന്ന ക്രമത്തെയും ഭക്തിസ്വരൂപത്തെയും അതിനെ വർദ്ധിപ്പിക്കുന്നതിന് ഉപകരിക്കുന്ന യോഗത്തെയും മാതാവിനോട് അരുളി ചെയ്തു. ആ തത്വവിചാരക്രമത്തെ തന്നെയാണ് പൂർവാചാര്യന്മാർ സാഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞു വരുന്നത്. സാഖ്യാശാസ്ത്രം എന്ന് കപില ഭഗവാന്റെ ഉപദേശത്തിനാണ് പറഞ്ഞത്. സർവത്ര സമനാണെന്നിരിക്കലും തൻ്റെ അവതാരത്തിന് യോഗ്യസ്ഥാനമായി സ്വീകരിക്കപ്പെട്ട മാതാവിനെക്കുറിച്ച് വിശേഷ സ്നേഹമുണ്ടായെന്നു പറഞ്ഞതിൽ ലോകാതീതന്മാരും മാതൃഭക്തിയുള്ളവരുമായിരിക്കുന്ന സ്ഥിതിക്ക് സാധാരണക്കാർ മാതാവിൽ ഭക്തിയുള്ളവരായിരിക്കേണ്ടത് എത്രയും ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. എത്രയും അത്യാവശ്യമാണ്. അമ്മയെ ദൈവികമായിട്ടുള്ള പരിവേഷത്തിൽ ഇരുത്തുക എന്നുള്ളത് മക്കളുടെ കടമയാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. സാഖ്യാശാസ്ത്രം, ഭക്തിസ്വരൂപം, യോഗക്രമം എന്നീ 3 വിഷയങ്ങളെക്കുറിച്ചാണ് കപിലൻ മാതാവിനോട് ഉപദേശിക്കുന്നതെന്ന് ഇവിടെ സംഗ്രഹിച്ച് കാട്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ്? സാഖ്യശാസ്ത്രം, ഭക്തിസ്വരൂപം, യോഗക്രമം. ശ്രീ ഭഗവാനുവാച എന്ന് പറഞ്ഞാൽ കപില മഹർഷി പറഞ്ഞു എന്നർത്ഥം. കപില ഭഗവാൻ പറഞ്ഞു തൻ്റെ അമ്മയോട്. 32 33 ശ്ലോകങ്ങൾ ഒപ്പം പോകും. ദേവാനാം ഗുണലിംഗാനാം ആനുശ്രവിക കർമ്മണാം സത്വയേവൈകമനസോ വൃത്തി സ്വാഭാവികീതുയാം അനിമിത്താ ഭാഗവതി ഭക്തിസിദ്ധേർഘരീയസി ജരയത്യാശുയാ കോശം നിഗീർണമനലോ യഥാം. വേദോക്ത കർമ്മത്തെ നടത്തുന്നവയും ശബ്ദാദി ഗുണങ്ങളെ അറിയുന്നവയുമായ ഇന്ദ്രിയങ്ങളുടെ
സത്വത്തിൽ തന്നെയുള്ള യാതൊരു വൃത്തി സ്വഭാവസിദ്ധിയും അന്യകാരണത്തോട് കൂടാത്തതുമായിരിക്കുന്നുവോ, ഭഗവാനെക്കുറിച്ചുള്ള ആ ഭക്തി സിദ്ധിയേക്കാൾ, അതാണ് ഏതൊരു സിദ്ധിയേക്കാൾ വലുതാണ് സംശുദ്ധമായ ഭക്തി. ഏറ്റവും ഗുരുതരയാകുന്നു. ഏകത്തിൽ മനസ്സോടുകൂടിയ ആ പുരുഷൻ്റെ, ഏകമായ ബ്രഹ്മം എന്നൊക്കെ പറയണ്ടല്ലോ, കോശത്തെ, അതായത് ആത്മാവിനെ മറച്ചിരിക്കുന്ന ആവരണത്തെ, അജ്ഞാനത്തെ അഗ്നി തന്നോടണയുന്ന വസ്തുവിനെ എന്ന പോലെ, അഗ്നിയെപ്പോലെ വേഗത്തിൽ നശിപ്പിക്കുന്നു. അജ്ഞാനത്തെ വേഗത്തിൽ നശിപ്പിക്കും. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥമുണ്ട്. അങ്ങയിൽ ഉചിതമായ ഭക്തിയുടെ സ്വരൂപം എന്താണ് അറിയണം എന്നുള്ള മാതാവിൻ്റെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം പറയുന്നു. ശബ്ദസ്പർശാദികളായ വിഷയങ്ങളെ അറിയുന്ന ഇന്ദ്രിയങ്ങൾക്ക് ദേവന്മാരെന്ന് പറയാം. ഒരു ഡിസ്ക്രിപ്ഷനാണത്. ദേവന്മാരെന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദസ്പർശാദികളായ വിഷയങ്ങളെ അറിയുന്ന ഇന്ദ്രിയങ്ങൾക്കാണ്. ഓ മൈ ഗോഡ്, ഇന്ദ്രിയങ്ങളാണ് ദേവതന്മാരെ. അതിൻ്റെ നാഥൻ പരമാത്മ ചൈതന്യമാണ്. നിങ്ങൾ തലകുത്തി നിന്ന് ആലോചിച്ചാലും ഈ ഒരു ഭാഗവതത്തിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ സത്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ നമിക്കണം. സത്യമല്ലെങ്കിൽ നിങ്ങൾ ഭാഗവതത്തെ നമിക്കണം, ഭാഗവതത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം. അപ്പോൾ ശബ്ദസ്പർശാദികളായ വിഷയങ്ങളെ അറിയുന്ന ഇന്ദ്രിയങ്ങൾക്ക്, ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നത് ചെവിയാണ്. അപ്പോൾ ചെവി ദൈവമാണ്. കണ്ണ് കാണാൻ നാസാരന്ധ്രങ്ങൾ, നാവ്, വാക്ക്, കണ്ണ്, ത്വക്ക്, ഉപസ്ഥം, ഇതൊക്കെ ദേവന്മാരാണ്. നമ്മൾ വായു ഭഗവാൻ, തേങ്ങയുടെ മൂട്, അഗ്നി ഭഗവാൻ എന്നൊക്കെ പറയണമെന്നല്ലാണ്ട് ദാറ്റ് ഈസ് നോട്ട് ദി ഫാക്റ്റ്. ഞാൻ വേണം വിചാരിച്ചിട്ട് പറഞ്ഞത് കേട്ടോ തേങ്ങയുടെ മൂട് എന്നുള്ളത്. കാരണം അത് പറഞ്ഞാൽ കൂടി ആൾക്കാർ ഉണരണില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് ഉണരണില്ല? സമയമായിട്ടില്ല എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരം സത്വഗുണസ്വരൂപനായ ഭഗവാന്റെ ചരിത്രശ്രവണാദികളിൽ തന്നെയായിരിക്കുന്നത് സ്വഭാവമായി ഭവിച്ചാൽ അതിനെ ഭക്തി എന്ന് പറയാം. അപ്പോൾ ഭക്തി എന്നുള്ളതിൻ്റെ ഒരു ഇത് പറയുണ്ടായി. എന്താണത്? എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരം സത്വഗുണസ്വരൂപനായ ഭഗവാന്റെ ചരിത്രശ്രവണാദികളിൽ തന്നെയായിരിക്കുന്നത് സ്വാഭാവികമായി ഭവിച്ചാൽ, വിത്തൗട്ട് എനി കമ്പൽഷൻ, വിത്തൗട്ട് എനി പ്രെജുഡിസ്. കമ്പൽഷൻ ഉണ്ടാവരുത്. തനതായ രീതിയിൽ സ്വയം തോന്നണം. അതിനെയാണ് ഭക്തി എന്ന് പറഞ്ഞത്. ഐഹികമോ പാരത്രികമോ ആയ യാതൊരു സുഖത്തെയും ഉദ്ദേശിക്കാതെ, അതാണ് നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞത്. പരിശുദ്ധയായിരിക്കുന്ന പക്ഷം അതിനെ ശുദ്ധഭക്തി എന്ന് പറയും. അതിനാണ് ശുദ്ധഭക്തി എന്ന് പറയാം. എൻ്റെ ഒരു സഹോദരൻ, അതായത് ഫേസ്ബുക്കിൽ ഫ്രണ്ട്, അങ്ങനെ ഒന്നുമില്ല പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് തർക്കിക്കാൻ നിന്നില്ല. കാരണം തർക്കം ആരെയും ജയിപ്പിക്കില്ല പ്രമുഖയിലെ. അപ്പോൾ അപ്രകാരമുള്ള ഭക്തി ഉണ്ടാകണമെങ്കിൽ വേദത്താൽ നിഷേധിക്കപ്പെട്ട കർമ്മങ്ങളൊന്നും ചെയ്യാതെയും വിധിച്ച കർമ്മങ്ങളെ തന്നെ ഫലസിദ്ധി കൂടാതെ, അതാണ് നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞത്, ഫലസിദ്ധി കൂടാതെ ഭഗവത് പ്രസാദത്തിനായി കൊണ്ടുമാത്രം ചെയ്യുന്നതുമായ സ്വഭാവം ഉണ്ടായിരിക്കണം. ഏകനായ ഭഗവാനിൽ തന്നെ ഉറച്ചിരിക്കുന്ന മനസ്സോടുകൂടിയ ആ പുമാൻ്റെ കാരണജ്ഞാനമാകുന്ന കോശം ഒറ്റക്കോശമുള്ള അമീബ എന്നൊക്കെ പറയില്ലേ, കോശത്തെ സ്വഗതമായ വസ്തുവിനെ അഗ്നി എന്ന പോലെ നിഷ്കാമഭക്തിയാകുന്ന അഗ്നി കാലതാമസം കൂടാതെ ദഹിപ്പിക്കും. ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്ന അവിദ്യാംശം ഭക്തിയാൽ ദഗ്ധമാകുമ്പോൾ സ്വരൂപബോധം അനുഭവരൂപേണ ആനന്ദമായി പ്രകാശിക്കും.
അതായത് സ്വരൂപബോധം, ഹൂ ആം ഐ, അഹം ബ്രഹ്മാസ്മി, അത് അനുഭവരൂപേണ ആനന്ദമായി പ്രകാശിക്കും. ഇതാണ് മുക്തി, വേറൊന്നുമല്ല. ഇതിന് കാരണമായ ശുദ്ധഭക്തിയെ മുക്തിയേക്കാൾ ഗുരുതരമായെന്ന് ധരിക്കണം. അതായത് ഇമ്പോർട്ടൻ്റ് ആണെന്നർത്ഥം. 34, 35, 36 വെവ്വേറെ ശ്ലോകങ്ങളാണ്, അല്ല 4 വരി ശ്ലോകങ്ങളാണ്. 34 ശ്രദ്ധിക്കുക. നൈകാത്മതാം മേ സ്പൃഹയന്തി കേചിത് മത്പാദസേവാഭിരതാ മദീഹാഃ യേ അന്യോന്യതോ ഭാഗവതാ പ്രസജ്യ സഭാജയന്തേ മമ പൗരുഷാണി. ചില ഭക്തന്മാർ, അത്രയേ ഉള്ളൂ, ചില ഭഗവത് ഭക്തന്മാർ എൻ്റെ പാദസേവയിൽ അധികം താല്പര്യപ്പെടുന്നവരും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായിട്ട് തമ്മിൽ യോജിച്ചിട്ട് എൻ്റെ വീര്യങ്ങളെ സൽക്കരിക്കുന്നു. എന്നോടുകൂടെ ഏകമായിരിക്കുന്ന സ്ഥിതിയെ യാതൊരുത്തൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന്റെ വീര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്, പക്ഷെ നമുക്ക് ഭഗവാനെ ആവശ്യമില്ല എന്നർത്ഥം. അങ്ങനെ ആയിപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി കേഴും, പക്ഷെ ഭഗവാൻ വേണ്ടാന്നാ. അതാണ് പറഞ്ഞത്, അനുഭവരൂപേണ ആനന്ദമായി പ്രകാശിക്കും. ഇതാണ് മുക്തി. ഇതിന് കാരണമായ അപ്പോൾ എന്നോടുകൂടെ ഏകമായിരിക്കുന്ന സ്ഥിതിയെ യാതൊരുത്തൻ ആഗ്രഹിക്കുന്നില്ല. വിലയം പ്രാപിക്കാൻ, മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനായിട്ട് അലിഞ്ഞു തീരുക. അതിഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ഭക്തി മുക്തിയേക്കാൾ ഗുരുതരയാണെന്ന് പറഞ്ഞതിനെ അനുഭവപ്പെടുത്തുന്നു. അതായത് ഹൗ ടു എസ്റ്റാബ്ലിഷ് ചെയ്തു വാട്ട് ഈസ് ദി റീസൺ ഫോർ ദാറ്റ്. ദുർലഭം ചില മഹാഭക്തന്മാർ എന്നോടുകൂടെ ഐക്യം പ്രാപിച്ച് ആനന്ദസ്വരൂപമായിരിക്കുന്നതായ സായുജ്യമുക്തി കൂടെ ആഗ്രഹിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ നാരദർ പറഞ്ഞു, എനിക്ക് മോക്ഷം വേണ്ട, എനിക്ക് ഭക്തി മതി. ഇങ്ങനെ മഹതി എന്നുള്ള വീണയിൽ നാരായണ നാരായണ എന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് പാടി നടന്നാൽ മതി എന്നാ. എന്തുകൊണ്ടെന്നാൽ ഈ ശരീരത്തോടു കൂടി തന്നെ അവർ അന്യോന്യം സംഘം ചേർന്ന് എൻ്റെ പരാക്രമങ്ങളെ സംഘം ചേരുന്ന പറഞ്ഞ സംസർഗം കീർത്തിക്കുന്നതും സ്ഥാവരജംഗമ സ്വരൂപങ്ങളായ എൻ്റെ മൂർത്തികളെ സേവിക്കുന്നതും എൻ്റെ പ്രസാദത്തിന് വേണ്ടി ഇന്ദ്രിയം മനോവ്യാപാരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതും അവർക്ക് പരമാനന്ദമായിരിക്കുന്നതിനാൽ സായുജ്യമുക്തിയെ കൂടെ അവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം എൻ്റെ അവസ്ഥ എന്താ വിചാരിച്ചാൽ, ആയുസ്സുള്ള കാലം, ആയുസ് എക്സ്റ്റെൻഡഡ് ആവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ആയുസ് ഉള്ള കാലം ആരോഗ്യം ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ട്? ഭാഗവതം പറയാൻ വേണ്ടിയിട്ട്. ഭാഗവതം വായിക്കാൻ പറയാം. ശ്രീകൃഷ്ണ കഥാമൃതം വായിക്കാൻ പറയാം. അപ്പോൾ പിന്നെ സാലോക്യാദിഭാവത്തെ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയണമോ? ഇങ്ങനെയുള്ള ഭക്തന്മാർ സുലഭമല്ലെന്ന് കാണിപ്പാനാണ് ചിലർ ലക്ഷത്തിലല്ല, കോടിയിൽ 1, 2 ഉണ്ടാവുള്ളൂ. കോടിയിൽ. അതാണ് സത്യം. ഇപ്പം ഞാൻ തന്നെ എൻ്റെ പ്രായം വെച്ച് അനലൈസ് ചെയ്യാറുണ്ട്. IIT എന്നുള്ള മഹാസ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ എന്നെപ്പോലെ കിറുക്കന്മാർ വേറെ ഉണ്ടോ ചോദിച്ചാൽ കിട്ടണില്ല. അതേതുപോലെ 68 മാർച്ചിലാണ് ഞാൻ ആദ്യം, എന്താ അങ്ങനെ പറയാൻ കാരണം, സെപ്റ്റംബറും 69 മാർച്ചിലും കൂടി എഴുതിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഒരൊറ്റ കുട്ടീനെ കിട്ടിയിട്ടില്ല. ഒരാളുണ്ട് പട്ടാമ്പിയിൽ, പക്ഷെ അയാൾക്ക് നമ്മളായിട്ട് ഇങ്ങനെ ഒത്തു പോകണമെന്ന് തോന്നുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പറഞ്ഞു വന്ന എൻ്റെ താല്പര്യം, ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് മൂലം ഗ്രന്ഥം പറയുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു കുട്ടിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷേ
ആർക്കും ഇതിൽ താല്പര്യം തോന്നണില്ല. ഫ്രീ ഫ്രീ വേണമെങ്കിൽ പുസ്തകം കൂടി വാങ്ങിക്കൊടുക്കാം, അത്ര വലിയ താല്പര്യത്തിലാണ്. വേണ്ട മാഷ്. നല്ല കാര്യമില്ലേ? അപ്പോൾ ചിലർ എന്ന പദപ്രയോഗം ഭക്തി മുക്തിയേക്കാൾ ഗുരുതര എന്ന് പറഞ്ഞതിന് സദാചാരം പ്രമാണമാണെന്ന് സാരം, സദാ ആചരിക്കേണ്ടത്. ഇനി 35-ാമത്തെ ശ്ലോകം പറയണു. പശ്യന്തി മേ രുചിരാണി അംബ, അമ്മേനെ വിളിക്കുക. സന്ത പ്രസന്നവക്ത്രാരുണലോചനാനി രൂപാണി ദിവ്യാനി വരപ്രദാനി സാഗം വാചം സ്പൃഹണീയാം വദന്തി. മാതാവേ, സല്യൂട്ടേഷനാണ് അംബ. സത്തുക്കൾ പ്രസന്നമായ മുഖത്തോടും അരുണങ്ങളായ കൂടിയവയും വരങ്ങളെ നൽകുന്നവയും മനോഹരങ്ങളും അപ്രാകൃതങ്ങളുമായ, അതാണ് ദിവ്യാനി. അപ്രാകൃതങ്ങൾ, ആ സ്റ്റേറ്റ്മെൻ്റ് ഭയങ്കര രസമാണ്. പ്രാകൃതങ്ങളല്ലാത്തതെന്നാണേ. എൻ്റെ രൂപങ്ങളെ കാണുന്നു, എന്നോടുകൂടെ ആഗ്രഹിക്കത്തക്കതായ വാക്കിനെ പറയുന്നു. ഇനി അതിൻ്റെ വാക്കാർത്ഥം. ഹേ അംബാം, ആ സജ്ജനങ്ങൾ, അതായത് കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞല്ലോ, ആ സജ്ജനങ്ങൾ അവരിൽ എനിക്കുള്ള സന്തോഷത്തെ സൂചിപ്പിക്കുന്ന വിധത്തിൽ പ്രസന്നങ്ങളും അരുണനിറമുള്ള നേത്രങ്ങളോടുകൂടിയവയും അവരുടെ സർവ മനോരഥങ്ങളെയും സാധിപ്പിക്കുന്നവയുമായ എൻ്റെ അപ്രാകൃത രൂപങ്ങളെ കാണും ഭഗവാനെ. പല രൂപത്തിലാവുന്നു മാത്രം അല്ലേ? കാണുകയും എന്നോടുകൂടെ ആഗ്രഹിക്കത്തക്ക മനോഹര വചനങ്ങളെ സംസാരിക്കുകയും ചെയ്യുന്നു. പശ്യന്തി തേ മേ എന്നു പാടാന്തരം. തേ എന്ന പദം വൃത്തഭംഗം കാരണം ഒഴിവാക്കാവുന്നതാണ്. ഒരു ടെക്നിക്കാലിറ്റിയാണത്. ഇനി 36-ാമത്തെ ശ്ലോകം പറയുന്നു. തൈർദർശനീയാവയവൈരുദാരവിലാസഹാസേക്ഷിതവാമസൂക്തൈ ഹൃദാത്മനോ ഹൃദപ്രണാംശ്ച ഭക്തിർ അനിശ്ചതോ മേ ഗതിമണ്ണീം പ്രയുക്തേ. എന്താണ് വാക്കാർത്ഥം പറയാം? അതായത് ദർശിപ്പാൻ യോഗ്യങ്ങളായിരിക്കുന്ന ആ അവയവങ്ങളാലും ഉദാരമായ വിലാസം, ഹാസം, ഈക്ഷിതം, വാമസൂക്തം എന്നിവയാലും ഹരിക്കപ്പെട്ട മനസ്സോടും ഹരിക്കപ്പെട്ട പ്രാണങ്ങളോടും കൂടിയവരുമായവർക്ക് ആഗ്രഹിക്കാത്തവരാണെങ്കിലും എന്നിലുള്ള പരമപ്രേമം. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമം എന്നാണ്. പക്ഷെ ശാരീരികമല്ല, മാനസികമാണ്. ആത്മാവാണ്. ആത്മാവ് ടു ആത്മാവ്. ആത്മാവ് കൊണ്ട് ആത്മാവിനെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ അതാണ്. ഭക്തി പരമപ്രേമം. അണുപ്രമാണമായ ഗതിയെ പ്രാപിക്കുന്നു. അണുപ്രമാണം എന്ന് പറയുന്നത് ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. എൻ്റെ ഈ ശരീര അവയവങ്ങളും സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന ലീലയും മന്ദഹാസവും കടക്കണ്ണുകൊണ്ടുള്ള നോട്ടവും മധുരമായ സംഭാഷണവും ഭക്തന്മാരുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്നതുകൊണ്ട് അന്യമായിട്ടുള്ളതിനെ ആഗ്രഹിക്കാതിരിക്കുന്നുവെങ്കിലും, അന്യമായിട്ടുള്ളതിനെ ആഗ്രഹിക്കാതെണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് എന്നിലുള്ള പരമപ്രേമലക്ഷണയായ ഭക്തി ശരീരഭാവത്തിൽ മുക്തിയെ പ്രാപിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 37. അധോ വിഭൂതിം മമ മായാവിനസ്താം ഐശ്വര്യമഷ്ടാംഗമനുപ്രവൃത്തം ശ്രിയം ഭാഗവതീം. മഹാലക്ഷ്മി എന്നർത്ഥം ശ്രിയം. ഭാഗവതീം വാ സ്പൃഹയന്തി ഭദ്രാം പരസ്യ മേതേ അശ്നുവതേതു ലോകേ.
അതിൻ്റെ വാക്കാർത്ഥം പറയാം. അനന്തരം മായാധിപതിയായ എൻ്റെ ആ വിഭൂതിയെയും ഭോഗസമ്പത്തിയെയോ അനുസരിച്ചുണ്ടായ അഷ്ടവിധത്തിലുള്ള ഐശ്വര്യത്തെയോ വൈകുണ്ഠലക്ഷ്മിയെയോ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഒന്നും ആഗ്രഹിക്കണില്ല അവർ. പരനായ എൻ്റെ ലോകത്തിൽ ദുഃഖമില്ലാതിരിക്കുന്ന ആനന്ദത്തെ പരമപ്രേമം ഭക്തിയോട് കൂടിയിട്ട് അനുഭവിക്കുന്നു. അൺകണ്ടീഷണലായിട്ട് തന്നെ പറഞ്ഞതേ അല്ലേ? ദുഃഖമില്ലാതിരിക്കുന്ന ആനന്ദത്തെ. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ഭക്തിയാൽ അവിദ്യാനാശം സംഭവിച്ച ശേഷം, ഭക്തി ഉണ്ടായാൽ അവിദ്യയില്ല. സത്യലോകപര്യന്തമുള്ള പരലോകഭോഗങ്ങളെയോ ഭക്തിമാഹാത്മ്യം നിമിത്തം പ്രാർത്ഥിക്കാതെ തന്നെ സമീപത്ത് വന്നിരിക്കുന്ന അഷ്ടൈശ്വര്യത്തെയോ, ഭക്തി ഉണ്ടായ അഷ്ടൈശ്വര്യങ്ങൾ ഭക്തിക്ക് നമസ്കാരം പറയും. ഞാൻ ഈ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ചളുപ്പ് തോന്നുക. എന്താ? ഭഗവാൻ എന്നെ ഇത്രയൊക്കെ ലാളിക്കുന്നുണ്ടല്ലോ. അതാണ് സത്യം. ഭഗവാൻ നമ്മളെ ലാളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ബയോഡാറ്റ ഭഗവാന്റെ അടുത്തുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഓണേഴ്സ് ആണ് SSLC എന്ന്. എന്നിട്ടും ഭഗവാൻ ഭാഗവതീയത എന്താണെന്നുള്ളത് എൻ്റെ ഹൃദയപത്മത്തിൽ സദാ തോന്നിച്ച് തരുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ എന്താ എൻ്റെ പ്രിപ്പയർഡ്നെസ്? ഈശ്വരനോടുള്ള പ്രാർത്ഥന മാത്രം. രക്ഷിക്കണേ ഭഗവാനെ, രക്ഷിക്കണേ. അത് ഭഗവാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അഷ്ടൈശ്വര്യത്തെയോ വൈകുണ്ഠത്തിലുള്ള ആനന്ദത്തെയോ അവർ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പരമപുരുഷനായ എൻ്റെ ലോകത്തിൽ വന്നിരിക്കുന്ന ആ ഭക്തന്മാർ ദുഃഖസമ്മിശ്രമില്ലാത്തതായ പരമാനന്ദത്തെ അനുഭവിക്കുന്നു. അതിനേക്കാൾ വലിയ കാര്യമൊന്നുമില്ലേ? ദുഃഖങ്ങൾക്ക് ഞാൻ അവധി കൊടുത്തു, സദാ ആനന്ദത്തിലാണ്. അത് 10 മിനിറ്റിൽ ഉറക്കം തൂങ്ങി പറഞ്ഞാലും ശരി. ഇപ്പം നല്ല ജോഷിലാണ്. 22 മിനിറ്റായി. അപ്പോൾ ഞാൻ മറിച്ച് നോക്കി പറ്റിച്ചാൽ ഈ അധ്യായം മുഴുമിപ്പിക്കണം എന്നുണ്ട്. അത്രയ്ക്കേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒന്ന് പിന്നെ ഒരു കുറച്ച് ടോപ്പ് ഗിയറിൽ പോകണമെന്ന് മാത്രം. അപ്പം ഇനി 38-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ന കർഹ്യ ചിന്മത്പരാ ശാന്തരൂപേ നക്ഷ്യന്തിനോ മേ അനിമിഷോ ലേഡിഹേതി യേഷാം അഹം പ്രിയ ആത്മസുതച്ഛ സഖാ ഗുരു സുഹൃതോ ദൈവം ഇഷ്ടം. ശാന്തമായ രൂപത്തോടു കൂടിയ ആ ലോകത്തിൽ എന്നെ ആശ്രയിച്ചവർ കാലത്തും, അതായത് ഒരു കാലത്തും നശിക്കുന്നില്ല എന്നാ. ഒരു കാലത്തും നാശമില്ല. ഏതൊരുത്തർക്ക് ഞാൻ പ്രിയനും ആത്മാവും സുതനും ഇഷ്ടനും, ഏതൊക്കെ റിലേറ്റീവ് ടേംസ് ഉണ്ടോ അതൊക്കെ സൂട്ടാ. ചങ്ങാതിയാണോ, ഇനി അളിയാന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, മാഷയെന്ന് വിളിച്ചാലും കുഴപ്പമില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. പ്രിയനും ആത്മാവും സുതനും ഇഷ്ടനും ആചാര്യനും സുഹൃത്തുക്കളും ഇഷ്ടദൈവവും ആയിരിക്കുന്നുവോ അവരെ കണ്ണടയ്ക്കാതിരിക്കുന്ന എൻ്റെ കാലചക്രം സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞെന്താ? മരണമില്ല അവർക്ക് എന്ന് പറഞ്ഞെന്താ അർത്ഥം? ജനിക്കാണ്ടിരിക്കുന്ന അർത്ഥം. എവർ ലിവിങ് അങ്ങനെ പറയാം. അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. വൈകുണ്ഠം സ്വർഗാദി ലോകങ്ങൾ പോലെ അല്ലാത്തത് കൊണ്ട് അവിടെ പ്രവേശിക്കുന്നവർക്ക് പുനരാവൃത്തിയില്ലെന്ന് ഉപദേശിക്കുന്നു. വൈകുണ്ഠ ലോകത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വാസുദേവന്മാരാണ്. അതാ പറഞ്ഞത്. ശുദ്ധസത്വപ്രധാനമായിരിക്കുന്നതിനാൽ ശാന്തമായിരിക്കുന്ന വൈകുണ്ഠത്തിൽ, അവിടെ ജഹപോകില്ല വൈകുണ്ഠത്തിൽ, എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് ഒരു കാലത്തും ആ സ്ഥാനത്തിൽ നിന്ന് ഭ്രംശമില്ല. താഴേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല അവർക്ക്.
അവർക്ക് നിരതിശയ പ്രീതി വിഷയമായിരിക്കുന്നവർ എന്നവൻ ഞാനായിരിക്കുന്നു. ലൗകികന്മാർ പുത്രാദികളെ എന്ന പോലെ അവർ എന്നെ സ്നേഹിക്കുന്നതിനാൽ അവരുടെ ആത്മാവും പുത്രനും ഞാനാകുന്നു. സഖിയെപ്പോലെ അവർ എന്നെ തന്നെ വിശ്വസിക്കുന്നു, ദി ബെസ്റ്റ് കോംറേഡ്. പിന്നെയോ ഗുരുവെന്ന പോലെ അവർ എൻ്റെ വാക്കിനെ ആദരിക്കുന്നു. സുഹൃത്തുക്കളെന്ന പോലെ അവർക്കുള്ള ഹിതകാരിയും ഞാൻ തന്നെയാകുന്നു. ഇഷ്ടദൈവമായിട്ടും അവർ എന്നെ മാത്രമേ പൂജിക്കുന്നുള്ളൂ. അവർ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ ഗണപതിയും സുബ്രഹ്മണ്യനും ശബരിമല ഒന്നും വരില്ല കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം എന്നോട് ചോദിച്ചു, ഗുരുവായൂർ ഉത്സവത്തിന് പോയില്ലേ, എന്തിനാ ഉത്സവത്തിന് പോകണം? ഞാൻ സദാ ഉത്സവത്തിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. സത്യം ഗൗളി സമ്മതിച്ചു, ഓ ശരിയാണെന്ന്. അപ്പോൾ എന്നെ മാത്രമേ പൂജിക്കുന്നുള്ളൂ. സർവദാ എന്നെ ആശ്രയിച്ചിരിക്കുന്ന അവരെ നിരന്തരം കണ്ണടയ്ക്കാതെ സകലരെയും ബാധിക്കുന്ന എൻ്റെ കാലചക്രം ബാധിക്കുന്നില്ല. അതിനാൽ അവർക്ക് നാശമില്ല, ആനന്ദച്യുതിയില്ല. എന്ന് പറഞ്ഞാൽ ആനന്ദത്തിന് കമ്മില്ല എന്നർത്ഥം. വൈകുണ്ഠത്തിൽ കാലബാധയില്ലെന്ന് സാരം. 39-40 ഒപ്പം പോവും. ഇമം ലോകം തദൈവാം തദൈവാമും ആത്മാനം ഉഭയായിനം ആത്മാനമനുഹേ ച ഇഹ യേരായ പശവോ ഗൃഹാ വിസൃജ്യ സർവാനന്യാംശ്ച മാമേവം വിശ്വതോ മുഖം ഭജന്ത്യനന്യയാം ഭക്ത്യാ താൻ മൃത്യോരതിപാരയാം. അതായത് ആത്മാനം, ഒരു മിനിറ്റ്, ഞാനത് തദൈവ ആത്മാനം തദൈവ എന്നുള്ളത് എവിടെ നോട്ടെ. തദൈവ സർവാൻ അന്യങ്ങളെയും യശോമോലനു മാം. ശരി. അപ്പോൾ മൃത്യോരതി പാരയ. അപ്പോൾ പറഞ്ഞു ഈ ലോകത്തെയും, ഇമം ലോകം, ഉപായിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിലും ഗമിക്കുന്ന ദേഹത്തെയും, ഈ ലോകത്തിൽ ആത്മാവിനെ അനുകൂലിക്കുന്ന യാതൊരു ദ്രവ്യങ്ങൾ, പശുക്കൾ, ഗൃഹങ്ങൾ എല്ലാറ്റിനെയും അന്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന എന്നെ അന്യമായ ആഗ്രഹത്തോട് ചേരാതിരിക്കുന്ന ഭക്തിയാൽ, സംശുദ്ധമായ ഭക്തി, അന്യമായ ആഗ്രഹത്തോട് ചേരാതിരിക്കുന്ന ഭക്തിയാൽ ആർ ഭജിക്കുന്നുവോ അവരെ നാശത്തിൽ നിന്ന് ഞാൻ കടത്തിവിടും. ഇനി എന്താ വേണ്ടത്? എന്നെ അറിയുന്ന 2 വ്യക്തികൾ, സോ ക്ലോസ്, അവർക്കറിയാം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഇഹത്തിലും പരത്തിലുമുള്ള സുഖഭോഗങ്ങളെയും ആ 2 ലോകങ്ങളിൽ സഞ്ചരിക്കുന്ന സ്ഥൂല സൂക്ഷ്മദേഹങ്ങളിലുള്ള മമതയെയും ആത്മസംബന്ധികളായ ധനധാന്യ പശുഭൃത്യ ഗൃഹാദികളായ മറ്റു സകലങ്ങളെയും അഭിമാനിക്കാതെ എല്ലാമായി പ്രകാശിക്കുന്ന എന്നെ മാത്രം, അതായത് ധനം വേണ്ട, ധാന്യം വേണ്ട, ആടമാട് കുതിര ആന വേണ്ട, ഭൃത്യന്മാർ വേണ്ട, വീട് വേണ്ട, ഭഗവാൻ മതി. ഇങ്ങനെ ആര് പറയണോ അവർ രക്ഷപ്പെട്ടു. കുറച്ച് ബുദ്ധിമുട്ടല്ലേ? കോടിയിൽ ഒരാളല്ലേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ പറഞ്ഞു, ഏകാന്ത ഭക്തിയോടുകൂടെ ഭജിക്കുന്നവരെ ഞാൻ ജനനമരണ പ്രവാഹ രൂപമായ സംസാരത്തിൽ നിന്ന് സന്തരിപ്പിക്കുന്നേൻ, ഞാൻ നിവർത്തിക്കണമെന്നാണ് പറഞ്ഞത്.
മനസ്സിലായില്ലേ? 41 ന അന്യത്ര മൽ ഭഗവത പ്രധാന പുരുഷേശ്വരാത് ആത്മന സർവഭൂതാനാം ഭയം തീവ്രം നിവർത്തതേ. പ്രകൃതി പുരുഷന്മാരുടെ ഈശ്വരനും സകല ഭൂതങ്ങളുടെ ആത്മാവും ഭഗവാനുമായ എന്നിൽ നിന്ന് മറ്റൊരു ദിക്കിൽ അസഹ്യമായ പേടി തീരുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയമില്ല എന്നർത്ഥം. നിർഭയന്മാരാണ്. അതിൻ്റെ വാക്കാർത്ഥം പ്രകൃതി പുരുഷന്മാരുടെ ഈശ്വരനും സകല ഭൂതങ്ങളുടെ ആത്മാവും ഭഗവാനുമായ എന്നിൽ നിന്ന് മറ്റൊരു ദിക്കിൽ അസഹ്യമായ പേടി തീരുകയില്ല എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. പ്രകൃതി പുരുഷന്മാരുടെ നിയന്താവും സർവഭൂതങ്ങളുടെ അന്തര്യാമിയും ഭഗവാനുമായിരിക്കുന്ന എന്നെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അസഹ്യമായ ജനനമരണ ദുഃഖത്തിൽ നിന്ന് നിവർത്തിപ്പാൻ സാധിക്കുകയുള്ളൂ. അന്യദേവന്മാരെ ആശ്രയിക്കുന്നത് കൊണ്ട് നിവൃത്തി സിദ്ധിക്കുകയില്ല. അപ്പോൾ 33 ദേവതകളുണ്ട് എന്നുള്ളത് ഭാഗവതം ആക്സെപ്റ്റ് ചെയ്യണില്ല. ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീഹരി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് മോക്ഷം തരാൻ അർഹതയില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എവിടെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. പറഞ്ഞ ശൈലിയെ വേണ്ടത് വേണ്ടപ്പോൾ പറഞ്ഞു തരാൻ സാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും അവസ്ഥ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ അവരും കാലഭീതിയുള്ളവരാകുന്നു. അവരെന്ന് പറഞ്ഞാൽ ആര്? ദേവന്മാർ, മറ്റ് ദേവന്മാർ. ഇനി 42, 43, 44 3 ശ്ലോകം കൂടി, ചെറിയ ചെറിയ ശ്ലോകങ്ങളാണ്. 42 മദ് ഭയാത് അതി വാദോയം സൂര്യസ്തപതി മദ്ഭയാത് വർഷതീന്ദ്രോ ദഹത്യ അഗ്നിർമൃത്യുശ്ചരതി മദ്ഭയാത്. എല്ലാവരും, എല്ലാ ദേവന്മാരും എന്നെ ഭയപ്പെട്ടിട്ടാണ് അവരവരുടെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ അവരെ തൊഴണോ? ഭഗവാനെ മാത്രം തൊഴുതാൽ മതി, ഈശ്വരനെ മാത്രം തൊഴുതാൽ പോരെ? അഹം ബ്രഹ്മാസ്മി അല്ലേ, തത്വമസി അല്ലേ, അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ. അപ്പോൾ പറഞ്ഞു, വായു എന്നിൽ നിന്നുണ്ടാകുന്ന ഭയം നിമിത്തം വീശുന്നു, ഈ സൂര്യൻ തപിക്കുന്നു, ഇന്ദ്രൻ വർഷിക്കുന്നു, അഗ്നി ദഹിപ്പിക്കുന്നു, അന്തകൻ വ്യാപരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പ്രമാണം പറയുന്നുണ്ട്. ഭീഷാസ്മാത്വാദപവത്തെ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാദഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ. അതിനർത്ഥം പറയുന്നത് എന്നുള്ള ശ്രുതിയിൽ കാണുന്ന അർത്ഥത്തെ സ്പഷ്ടമാക്കണം. അവരവർക്ക് നിയമിച്ചിരിക്കുന്ന വ്യാപാരത്തെ നടത്താതിരുന്നാൽ എന്നിൽ നിന്ന് ദണ്ഡം സിദ്ധിക്കുമെന്നുള്ള ഭയത്താൽ വായു വീശുന്നു, സൂര്യൻ ഉദിക്കുന്നു, ഇന്ദ്രൻ വർഷിക്കുന്നു, അഗ്നി ദഹിപ്പിക്കുന്നു, അന്തകൻ സ്വപ്രവൃത്തിയെ നടത്തുന്നു. വേറെ ഒന്നും പറയില്ല അതിൽ. ഇനി 43 ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയോഗേന യോഗിനാം ക്ഷേമായ പാദമൂലം മേ പ്രവശ്യന്ധ്യകുതോ ഭയം. ജ്ഞാനത്തോടും വൈരാഗ്യത്തോടും ചേർന്നിരിക്കുന്ന ഭക്തിയോഗം കൊണ്ട് യോഗികൾ ക്ഷേമത്തിനായിക്കൊണ്ട് ഒന്നിൽ നിന്നും ഭയശങ്കോട് കൂടാത്തതായ എൻ്റെ പാദമൂലത്തെ പ്രവേശിക്കുന്നു. എന്താ അതിൻ്റെ ഭാവാർത്ഥം? എൻ്റെ മാഹാത്മ്യത്തെ അറിയുന്നതുകൊണ്ടും വിഷയങ്ങളിൽ വൈരാഗ്യം സിദ്ധിച്ചതുകൊണ്ടും ഇളക്കമില്ലാതെ ഭവിച്ചിരിക്കുന്ന ഭക്തിയോഗത്തെ ആശ്രയിച്ചിട്ട് യോഗികൾ ദുഃഖനിവൃത്തിക്കും ആനന്ദപ്രാപ്തിക്കും വേണ്ടിയിട്ട് ഭയരഹിതമായിരിക്കുന്ന എൻ്റെ പാദമൂലത്തെ
പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 44 അവസാനത്തെ ശ്ലോകം ആണത്. ഏതാവനേവ ലോകേ അസ്മിൻ പുംസാം നിശ്രേയസോദയാ തീവ്രേണ ഭക്തിയോഗേന മനോമയ്യർപ്പിതം സ്ഥിരം. അതായത് ഉറപ്പോടുകൂടിയ ഭക്തിയോഗത്താൽ എന്നിൽ വയ്ക്കപ്പെട്ട മനസ്സ് സ്ഥിരമായിരിക്കുക എന്നത് യാതെന്നോ ഈ ലോകത്തിൽ പുരുഷന്മാരുടെ സർവപുരുഷാർത്ഥപ്രാപ്തിക്കുള്ള മാർഗം ഇത്രമാത്രം അതായത് ഭഗവത് പാദാരവിന്ദങ്ങളിൽ ആര് മനസ്സ് അർപ്പിക്കണോ തുടർച്ചയായിട്ട് അവർക്ക് മോക്ഷപ്രാപ്തി ഉറച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉത്കൃഷ്ടമായ ഭക്തിയോഗത്തെ ആശ്രയിച്ചിട്ട് എന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മനസ്സ് ഇളക്കമില്ലാതെ ഇരിക്കുന്നതായി വന്നാൽ, അതായത് ഷെയ്ക്കാവാൻ പാടില്ല, ചഞ്ചലിപ്പുണ്ടാവരുത്, വന്നാൽ അത് തന്നെ ഈ മനുഷ്യലോകത്തിലുള്ളവർക്ക് സർവപുരുഷാർത്ഥ പ്രാപ്തിക്കുള്ള ദോഷരഹിതമായ മാർഗം. ബാക്കിയുള്ളതിനൊക്കെ ദോഷങ്ങൾ പലതും ഉണ്ടാവും, ഇതിന് ദോഷമില്ല എന്നാണ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞിട്ടാണ് ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയ സ്കന്ധേ മോക്ഷസർഗ നിരൂപണ പ്രകരണേ ഭക്തിലക്ഷണ നിരൂപണം നാമ പഞ്ചവിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇത്ര വലിയൊരു ലെങ്തി എപ്പിസോഡ് പറയാൻ സാധിച്ചത്, മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാന്റെ കൃപ എന്നല്ലാണ്ടൊന്നും പറയില്ല. 2-4 ഇന്നത്തോടു കൂടിയിട്ട് ഇത് കഴിഞ്ഞു. വെഡ്നസ്ഡേ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഓരോരുത്തരുടെയും ഭാവപൂർണമായ പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.